ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ളൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയാലോ. അതിനായി ആദ്യമായി തന്നെ 500 ഗ്രാം, അതായത് 1/2 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിരിക്കുന്നതാണിത്. ഞാൻ ബോൺലെസ് പീസാണ് ഇവിടെ ചൂസ് ചെയ്തേക്കുന്നത്. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ കൊറിയാണ്ടർ പൗഡർ മല്ലിപ്പൊടി, അതുപോലെ തന്നെ ഗരം മസാല 1/2 ടേബിൾ സ്പൂൺ. അതുപോലെ ഞാനിവിടെ ചിക്കൻ മസാല ചേർക്കുന്നുണ്ട്, ഒരു 1/4 ടീസ്പൂൺ, ഓപ്ഷണലാണ്. അതിൻ്റെ ഒപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് അതും കൂടി ചേർത്ത് നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്യാം. ഈ മസാല എല്ലാ പീസിലെത്തുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കാനുണ്ട്, അതാണ് കേർഡ്. നല്ല കട്ടിയുള്ള തൈര് 1 ടേബിൾ സ്പൂൺ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ചിക്കൻ ബിരിയാണി എപ്പോഴും ഫ്രൈ ചെയ്തിട്ടാണ് നിങ്ങൾ വെക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ മാരിനേഷൻ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് പ്രോസസ്സ്. നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് അതിൻ്റെതായ സമയം കൊടുത്ത് അത് ഫ്രിഡ്ജിൽ വെക്കുക. 30 മുതൽ 1 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അങ്ങനെ 1 മണിക്കൂറോളം ഞാൻ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇതുപോലെ ഒരു പരന്ന പാത്രമായിരിക്കും നല്ലത്. അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഷാലോ ഫ്രൈ ആണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അതിനാവശ്യമായ ഓയിൽ ചേർത്ത ശേഷം മീഡിയം ഫ്ലെയിമിൽ ഗ്യാസ് വയ്ക്കാം. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ ഓരോ പീസ് ചിക്കൻ നമുക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഫ്രൈ ആവുന്ന ഈ സമയത്ത് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം തയ്യാറാക്കും. അതിന് വേണ്ടിയിട്ട് 2 സവാള സ്ലൈസായിട്ട് അരിഞ്ഞത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് എടുത്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അഡീഷണലി 2 സവാളയും കൂടി സ്ലൈസായിട്ട് അരിഞ്ഞത് എടുത്തിട്ടുണ്ട്, അത് ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. 4 പച്ചമുളക്, 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 2 തക്കാളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സവാള ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഷുഗർ ഈ സവാളയിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് ഇനി സവാളയിലേക്ക് മിക്സ് ചെയ്ത് ചേർക്കാം. ഇനി നമുക്ക് ഈ സവാള ഫ്രൈ ചെയ്യാൻ വേണ്ടി നോക്കാം. അതിന് വേണ്ടി ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. അത് വെണ്ണ ചൂടാവുന്നവരെ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് കുറച്ച് സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഫ്രൈ ചെയ്യാനുള്ള മൊത്തം സവാള ചേർത്തതിന് ശേഷം നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്. ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ഒന്ന് സ്റ്റിർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. കാരണം അല്ലെങ്കിൽ അറ്റത്തുള്ള സവാളകൾ മാത്രം മുരിയാനും അത് പെട്ടെന്ന് ബ്രൗൺ ആയി പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് സ്റ്റിർ ചെയ്ത് കൊടുക്കണം. ഓൾമോസ്റ്റ് ഇത് ഫ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം ഈ ഒരു കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് പതുക്കെ എടുത്ത് മാറ്റാവുന്നതാണ്. ഇതാണ് ഫ്രൈ. ഇതുപോലെ നമ്മൾ മാറ്റി കഴിയുമ്പോൾ തന്നെ ഏകദേശം നല്ല രീതിക്ക് ഡാർക്ക് ബ്രൗൺ കളറാവും. സവാള വറുത്ത എണ്ണ നമ്മൾ കുറച്ച് മാറ്റി വയ്ക്കുന്നുണ്ട്. ശാല ഫ്രൈ ചെയ്ത ചിക്കനും റെഡി ആയിട്ടുണ്ട് ഈ സമയം. നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മുടെ കാഷ്യൂനട്ടും മുന്തിരിയും ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഞാനിവിടെ യൂസ് ചെയ്യുന്ന നമ്പീഷൻ്റെ നെയ്യാണ്. അതൊരു 1 ടേബിൾ സ്പൂൺ നെയ്യ് എടുത്ത് യൂസ് ചെയ്യാം. ഇവിടെ തണുപ്പായതുകൊണ്ട് ഭയങ്കര കട്ടയായിട്ടിരിക്കുന്നു. ഓക്കെ, വൺസ് ഗീ ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് ആദ്യം മുന്തിരി ഫ്രൈ ചെയ്തെടുക്കാം. മുന്തിരി പെട്ടെന്ന് ഫ്രൈ ആവും. ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് അപ്പുറത്ത് തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇതിന് ശേഷം നമുക്ക് കാഷ്യൂനട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വേൾഡ് ക്ലാസിക്കിൻ്റെ ബസ്മതി അരിയാണ്. ഞാൻ ഏകദേശം ഈ പാൻ ചൂടാക്കാൻ വെച്ചിരിക്കുന്നത്. ചൂടായ ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ
നമ്പേഷൻസ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് 6 ഏലക്ക, 6 ഗ്രാമ്പു, 6 ചെറിയ പീസ് പട്ട ഇത് ചേർത്ത് കൊടുത്ത ശേഷം ഈ ഓയിലിൽ 2 മിനിറ്റ് ഫ്രൈ ചെയ്യാം. ഈ സ്പൈസസ് എല്ലാം മുരിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 1/4 സവാളയും കൂടി ചേർത്ത് കൊടുക്കാം. അത് ഈ എണ്ണയിൽ നമുക്ക് ഇട്ട് വഴറ്റാൻ വേണ്ടി നോക്കാം. ഇത് വഴന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിക്കാണ് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഏകദേശം 6 ഗ്ലാസ് വെള്ളമാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഈ വെള്ളം ചേർത്ത ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമ്മൾ ശരിക്കും ഉപ്പ് നോക്കണം. ഏകദേശം ഉപ്പ് കുറച്ച് മുൻപിലായിട്ടാണ് വരേണ്ടത്. കാരണം റൈസ് ചേർത്ത് കഴിയുമ്പോൾ അതിലേക്ക് അത് ഏകദേശം പാകത്തിനാവും. ഇനി അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നേരത്തെ തയ്യാറാക്കി വെച്ച ഫ്രൈഡ് ഓണിയൻ ചേർക്കുക. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും. ഇത് ചേർത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് ഇതിങ്ങനെ തിളയ്ക്കട്ടെ. ഇനി ഇതിലേക്ക് നേരത്തെ എടുത്ത് വെച്ച അരി ചേർക്കാം. അരി നമ്മൾ 2 തവണയാണ് കഴുകി വൃത്തിയാക്കിയത്. അരി ചേർത്ത് കൊടുത്ത ശേഷം ഇത് ഗ്യാസ് മീഡിയം ഫ്ലെയിമിൽ വെച്ച ശേഷം നമുക്ക് പാർഷ്യലി ക്ലോസ് ചെയ്ത് വയ്ക്കാം. ഒരു 10 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ റൈസ് നന്നായിട്ട് കുക്കായിട്ടുണ്ടാവും. ഇനി നമുക്ക് ചിക്കന് വേണ്ടിയിട്ടുള്ള ഗ്രേവി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് 4 ടേബിൾ സ്പൂൺ നേരത്തെ ഓണിയൻ ഫ്രൈ ചെയ്ത ഓയിലാണ് എടുക്കുന്നത്. ഇതിലേക്ക് 1.25 സവാള, 4 പച്ചമുളക് ചേർത്ത് ഇനി 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ഇതിലേക്ക് ചേർത്ത ശേഷം ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് ഉപ്പ് ചേർത്ത് കഴിയുമ്പോൾ സവാള പെട്ടെന്ന് വേകും. ഓണിയൻ നന്നായിട്ട് വഴന്ന് കഴിയുമ്പോൾ നമുക്കിനി ഇതിലേക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാം. ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇവിടെ ചേർക്കുന്നത്. കാശ്മീരി മുളക് പൊടിയല്ല, മുളക് പൊടി. അതുപോലെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഈ സമയത്ത് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാം. ഈ സമയത്ത് വേണമെങ്കിൽ ചിക്കൻ മസാല ഒരു 1/4 ടീസ്പൂൺ കൂടി ആഡ് ചെയ്യാവുന്നതാണ്. അത് ഓപ്ഷനിലാണ്. ഞാൻ ഇവിടെ ചേർത്തിട്ടില്ല. ചിലർക്ക് അത് താല്പര്യമുണ്ടാവും. എന്തായാലും ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം മസാല നന്നായി മുരിഞ്ഞ ശേഷം നമുക്ക് നേരത്തെ നമ്മൾ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് കൊടുത്ത ശേഷം അതിലേക്ക് നമ്മൾ ഈ മസാല നന്നായിട്ട് മിക്സ് ചെയ്യാം. മസാല നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് ഈ ചിക്കനിലേക്ക് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഇനി നമ്മൾ ഏകദേശം 1 ടേബിൾ സ്പൂൺ ഫ്രൈഡ് ഓണിയനും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 250 ml ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് നമുക്ക് മൂടി വെച്ച് തക്കാളി വേകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തേക്ക് ഈ മസാലയെല്ലാം ഈ ചിക്കനിലേക്ക് പെട്ടെന്ന് പിടിക്കുന്നതായിരിക്കും. അത് കഴിഞ്ഞ് 15 മിനിറ്റ് ശേഷം തുറന്ന് വെച്ച് വേവിക്കുക. അപ്പോൾ
ഏകദേശം നമുക്കിപ്പോൾ കുറച്ച് എണ്ണ എല്ലാം തെളിഞ്ഞ് കാണാൻ തുടങ്ങും. ഈ ഒരു പാകമായി കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ നല്ല തിക്കായിട്ടുണ്ട് നമ്മുടെ ചിക്കനും ഗ്രേവി എല്ലാം കൂടെ. ഇനി നമുക്ക് ദം ചെയ്യാനുള്ള കാര്യങ്ങൾ റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ റൈസിന് മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട്. പശുവും പാലിലാണ് ഈ മഞ്ഞൾപ്പൊടി ഞാൻ മിക്സ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു മഞ്ഞ കളറാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അതുപോലെ തന്നെ നേരത്തെ തയ്യാറാക്കിയ ഫ്രൈഡ് ഓണിയൻ, മുന്തിരി, അതുപോലെ കാഷ്യൂനട്ടും, അതുപോലെ 1/4 കപ്പ് മല്ലിയിലയും കൂടെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ദം ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ ഒരു സ്ലൈസ് പൈനാപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്തതും എടുത്ത് വെച്ചിട്ടുണ്ട്. പണ്ടത്തെ കല്യാണങ്ങളിലൊക്കെ പൈനാപ്പിൾ കുറച്ച് കോമൺ ആയിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ദം ചെയ്യാൻ റെഡിയാക്കാം. ഈ ചിക്കൻ എല്ലാം ഒരു നടുക്കിലേക്ക് ഒതുക്കിയ ശേഷം അതിൻ്റെ മുകളിലായി തയ്യാറാക്കി വെച്ചിട്ടുള്ള റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് നമ്മുടെ ചിക്കൻ റൈസ് കൊണ്ട് കവറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഓരോ ഇൻഗ്രീഡിയൻസ്, അത് ദം ചെയ്യാനുള്ള ഐറ്റംസൊക്കെ ചേർത്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് നമുക്ക് ഇച്ചിരി ഫ്രൈഡ് ഓണിയൻ അതിന് മുകളിൽ ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അതിനൊപ്പം തന്നെ കാഷ്യൂനട്ടും മുന്തിരിയും, പിന്നെ മല്ലിയില, അതുപോലെ തന്നെ പൈനാപ്പിളും. നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്ത പാൽ ഞാനിപ്പോൾ ചേർക്കുകയാണ്. ഇനി ചേർക്കാനുള്ളത് നെയ്യാണ്. ഒരു 1/4 ടീസ്പൂൺ നെയ്യ് നമുക്ക് ഇതിൻ്റെ മുകളിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അടുത്ത ലെയർ ചെയ്യാം. ഇനി അതിന് ശേഷം ഒരു ലെയർ റൈസും കൂടെ നമുക്ക് ഇതിന് മുകളിൽ ഇടാം. ഇതുപോലെ റൈസ് നമുക്ക് സ്പ്രെഡ് ചെയ്യാം. മുകളിലായിട്ട് വെച്ച ശേഷം വീണ്ടും പഴയ പോലെ ഫ്രൈഡ് ഓണിയനും വറുത്ത സവാളയും കാഷ്യൂനട്ടും അതുപോലെ മുന്തിരിയും ചേർത്ത് കൊടുത്ത ശേഷം മല്ലിയിലയും ചേർക്കാം. നേരത്തെ നമ്മൾ ചെയ്ത പ്രോസസ്സ് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത ശേഷം നമുക്ക് ദം ചെയ്യാനായിട്ട് ഞാൻ ഫോയിൽ പേപ്പർ വെച്ച് നമുക്കത് കവർ ചെയ്യാം. നന്നായിട്ട് ടൈറ്റായിട്ട് കവർ ചെയ്യാം. ടൈറ്റായിട്ട് കവർ ചെയ്ത ശേഷം അതിന് മുകളിൽ ഇതിന് മൂടി വയ്ക്കാം. ലോ ഫ്ലെയിമിൽ ഏകദേശം 10 മുതൽ 20 മിനിറ്റ് വരെ ഇതുപോലെ കവർ ചെയ്ത് വയ്ക്കാം. 20 മിനിറ്റ്സ് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളുടെ ഉടനെ തന്നെ തുറക്കേണ്ട. ഏകദേശം ഒരു അരമണിക്കൂർ ദം ചെയ്ത് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ 1 മണിക്കൂർ കഴിഞ്ഞ് തുറന്നാൽ മതി. അപ്പോൾ ഏകദേശം ഇതുപോലെ ആയിരിക്കും നമ്മുടെ ബിരിയാണി കാണാനായിട്ട് ഒരു പോഷായിട്ടില്ലേ. ഇനി ഇത് നമുക്ക് സാലഡിൻ്റെ കൂടെയോ അതോ അച്ചാറിൻ്റെ കൂടെയോ നമുക്ക് സെർവ് ചെയ്യാം. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്. നിങ്ങളിത് എൻജോയ് ചെയ്തെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക.